ഹലോ എല്ലാവർക്കും മലയാളി മേക്ക് ഓവറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് എങ്ങനെ റിമൂവ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ്. കുറേ പേരായി ചോദിക്കുന്നു കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് എങ്ങനെ മാറ്റാമെന്ന്. അപ്പോൾ ഞാൻ കരുതി ഈ മാസത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സീരീസ് ഓഫ് സ്കിൻ കെയർ ഹെയർ കെയർ വീഡിയോസ് ആയതുകൊണ്ട് ഈ മാസത്തിലിടാം എന്ന് കരുതി. അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും, നമുക്ക് ഉറക്കക്കുറവുണ്ടെങ്കിൽ മിനിമം നമ്മളൊരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങണം. അപ്പോൾ അത്രയും നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ ഉറക്കക്കുറവുണ്ടെങ്കിലൊക്കെ നമ്മുടെ കണ്ണിന് വളരെ പെട്ടെന്ന് തന്നെ ക്ഷീണം പറ്റും. നിങ്ങൾക്കറിയായിരിക്കും, നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്ഷീണം ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൽ നോക്കി നമുക്ക് മനസ്സിലാകും അല്ലേ. അതുകൊണ്ട് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഏരിയയാണ് നമ്മുടെ ഈ സ്കിൻ എന്ന് പറയുന്നത്. കണ്ണിന് ചുറ്റുമുള്ളൊരു സ്കിൻ ഏരിയ സെൻസിറ്റീവാണ്, ഭയങ്കര സെൻസിറ്റീവാണ്. അതുകൊണ്ട് ഉറക്കക്കുറവുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യും ഈ കണ്ണിന് ചുറ്റുമുള്ള ഈ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വളരെയധികം കെയർ ചെയ്യേണ്ട ഒരു സ്ഥലമാണത്, ഒരു ഏരിയ ആണ്, സ്കിന്നാണത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരും ഒരു 8 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങിയിരിക്കണം. പിന്നെ മൊബൈൽ ഫോൺ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം അതായിരിക്കും. മൊബൈൽ ഫോൺസും ലാപ്ടോപ്പും ടിവിയും ഒന്നും നമുക്ക് ഒഴിച്ചുകൂടാനാകാത്തതാണ്. അപ്പോൾ അതൊക്കെ കുറേ നേരം അതിൽ നോക്കിയിരിക്കുമ്പോൾ അതിൻ്റെ ലൈറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ഡാർക്ക് ടിൻറ്റ് വരും, ഭയങ്കരമായിട്ട് ടാൻ ആവും. കണ്ണിന് ചുറ്റുള്ള സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഡാർക്കാകും. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് കുറയ്ക്കുക, ഒഴിവാക്കാന്നല്ല, പൂർണ്ണമായിട്ട് ഒഴിവാക്കാന്നല്ല, അതൊക്കെ ഒന്ന് എന്താ പറയുക, ഒന്ന് കുറയ്ക്കാൻ നോക്കുക. അതിൽ തന്നെ മുഴുകിയിരിക്കാണ്ട്, അത് തന്നെ എപ്പോഴും ഉപയോഗിക്കാണ്ട് ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഡാർക്ക് സർക്കിൾസൊക്കെ നല്ലപോലെ കുറഞ്ഞു കിട്ടും. പിന്നെ ടി വി ഒക്കെ വളരെ അടുത്ത് പോയിരുന്ന് കാണാതിരിക്കുക. പിന്നെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ കാണുന്നതാണ് എല്ലാവരും ചെവിയോട് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് ഒഴിവാക്കുക. നമ്മുടെ ഫേസിന് ഒട്ടും നല്ലതല്ല കേട്ടോ അത്. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് ഒഴിവാക്കുക. പിന്നെന്താ, ഹെഡ്സെറ്റോ അല്ലെങ്കിൽ സ്പീക്കറിലൊക്കെ ഇട്ട് സംസാരിക്കാൻ ശ്രമിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് തുടർച്ചയായിട്ട് ഒരു 3 ദിവസം ചെയ്താൽ തന്നെ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകും. ഭയങ്കര ടാൻഡായിട്ട് ഭയങ്കര ടിൻറ്റ് ഉണ്ടെങ്കിൽ, ബ്ലാക്ക് സ്പോട്ട്സും റിങ്കിൾസൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ കുറച്ച് അധികം ദിവസം നിങ്ങൾ കൊടുക്കുക. അതിന് കുറച്ച് ദിവസം 15 മിനിറ്റ് നേരത്തെ കാര്യമുള്ളൂ. ഒരു 15 മിനിറ്റ് നേരം ഇതിനായിട്ട് നിങ്ങൾ മാറ്റി വയ്ക്കുക, ഇതിനായിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ടിൻറ്റ്, ഈ ബ്ലാക്ക് സ്പോട്ട്സും ബ്ലാക്ക് സർക്കിൾസും റിങ്കിൾസും എല്ലാം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. നമ്മൾ നൈറ്റൊക്കെ എടുക്കണേലും മുന്നേ ഞാൻ ഈ പറയുന്ന DIYs ഒക്കെ ഒന്ന് ചെയ്ത് ഒരു 15 മിനിറ്റ് നേരം ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി എന്താ പറയാനുള്ളത്, ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ നമ്മൾ നല്ലപോലെ കെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ ഇപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ താഴെ കാണുന്ന ചുവന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ കൂടെ വരുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ വരുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ പുതുതായിട്ട് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം ഇവിടെ എടുത്തിരിക്കുന്നത് കുക്കുംബർ ജ്യൂസാണ്. കണ്ടോ, ഞാൻ ഇതിൽ കുറച്ച് കുക്കുംബർ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് നമ്മുടെ മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി. കുറച്ച് ജ്യൂസ് മതി കേട്ടോ, ഒരല്പം ജ്യൂസ് മതി. അപ്പോൾ കുറച്ച് കുക്കുംബർ ജ്യൂസ് ഞാൻ ഇതിലെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് കുക്കുംബർ ജ്യൂസ് കേട്ടോ. അപ്പോൾ കുക്കുംബർ എന്ന് പറയുന്നത് സ്കിന്നിനെ നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്യും, അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും. വളരെ നല്ലതാണ് കുക്കുംബർ കേട്ടോ. നല്ലൊരു കൂളിംഗ് ഇഫക്റ്റ് തരും നമുക്ക്. അപ്പോൾ നമ്മൾ കുക്കുംബർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊട്ടറ്റോ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇതാ ഒരു പൊട്ടറ്റോയുടെ ജ്യൂസാണത്. പൊട്ടറ്റോ ജ്യൂസ് എടുത്തിട്ടുണ്ട്. പൊട്ടറ്റോ എന്ന് പറയുന്നത് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ നല്ലപോലെ കറക്റ്റ് ചെയ്യും, നല്ല ഡാർക്ക് സ്പോട്ട് കറക്റ്ററാണ്. പിന്നെന്താ ചെയ്യുക, നല്ലപോലെ സ്കിൻ ടോൺ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വളരെ നല്ലതാണ്, ഡാർക്ക് സ്പോട്ട് കറക്റ്റ് ചെയ്യാൻ വളരെ നല്ലതാണ്. അപ്പം ഇത് നമുക്ക് കുറച്ച് മതിയല്ലോ, ഒരാഴ്ചയോളം നമുക്ക് ഇത് സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ഇതിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ആദ്യം ഒരു കുറച്ച് ജ്യൂസ് മതി, നമ്മുടെ 2 കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യാനല്ലേ. അപ്പോൾ ഞാൻ കുറച്ചെടുക്കുന്നുള്ളൂ. 1 ടീസ്പൂൺ പൊട്ടറ്റോ ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഒരു 2 സ്പൂൺ ആഡ് ചെയ്യാം, ഇതിലേക്ക് ആഡ് ചെയ്യാണ് കേട്ടോ. ഇനി എന്ന് പറയുന്നത് ടാൻ എന്ന് പറയുന്നത് സ്കിന്നിന് നല്ലപോലെ സ്മൂത്ത് ആക്കും, സോഫ്റ്റ് ആക്കും, ഹൈഡ്രേറ്റ് ചെയ്യും. അപ്പോൾ കുറച്ച് ഹണി ആഡ് ചെയ്യാണ്. ഇതിലൊക്കെ തീർന്നു, എന്നാലും കുറച്ചുണ്ട്, ഞാൻ ഇതിൽ ആഡ് ചെയ്യാന്ന് വിചാരിക്കാം. കുറച്ചല്ല ആവശ്യമുള്ളൂ, പുതിയ ബോട്ടിലിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒരല്പം
കുറച്ച് ചെറിയ ഡ്രോപ്സ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഹണി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതും 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂണൊക്കെ മതിയാവും കേട്ടോ. കുറച്ചെടുത്ത് ചെയ്താൽ മതി. നമുക്ക് ബാക്കിയുള്ള ജ്യൂസൊക്കെ ഫ്രിഡ്ജിൽ ഒരാഴ്ചയോളം സൂക്ഷിക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് ചെയ്യാം. ഞാനിത് സ്ഥിരമൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. കണ്ണിന് ചുറ്റും റിങ്കിൾസും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ വരുമ്പോൾ മാത്രം നമുക്കിത് ഉപയോഗിച്ചാൽ മതി. ഇപ്പം ഞാൻ ഈ വീഡിയോസൊക്കെ എഡിറ്റൊക്കെ ചെയ്തിട്ട് എനിക്കുണ്ട് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ റിങ്കിൾസും. അപ്പം ഞാനിതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി ഒരാഴ്ച അടുപ്പിച്ച് ചെയ്യണം. അപ്പോൾ ഇത് മാറിക്കിട്ടും. പിന്നെ വീണ്ടും ഇത് വരുമ്പോൾ വീണ്ടും തുടങ്ങും. അപ്പോൾ ഇതാ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ? കാണാൻ പറ്റില്ലേ? നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി അടുത്ത നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അലോജലാണ്. ഇത് അലോവേര ജെല്ലാണ്. ഇത് നിങ്ങൾക്ക് നാച്ചുറൽ കിട്ടുമെങ്കിൽ അത്രയും നല്ലത്. നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ജെല്ല് കിട്ടുമെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് 99% നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ജെല്ലാണ്. ഞാനിത് ആഡ് ചെയ്യാണ്. 100% കിട്ടുമെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. ഇനി അത് കാരണം ഒരു ഇച്ചിനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതില്ലാണ്ടിരിക്കില്ല. പ്യുവറായിട്ടുള്ള അലോവേര ജെല്ലിന് ചെറിയൊരു ഇച്ചിനെസ് ഒക്കെ ഉണ്ടാകും. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതുള്ളൂ. ഇനിയിപ്പോൾ സഹിക്കാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ വാങ്ങി ഉപയോഗിക്കാം. അപ്പം ഇത് ഞാനൊരു ഒരു സ്പൂൺ ആഡ് ചെയ്യാണ് കേട്ടോ. ഈ അലോവേര ജെല്ല് കണ്ടോ? അപ്പം ഇത്രയും മതി. എപ്പോഴും നമുക്ക് ഒഴിവെന്ന് വെച്ചാൽ ഇത് നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്യും സ്കിന്നിന്. അലോവേര എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലിക്വിഡ് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യാം. അപ്പം എൻ്റെ കണ്ണിന് ചുറ്റും ചെറുതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. റിങ്കിൾസ് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്നൊരു ബ്ലാക്ക് ടിൻ്റ് ഉണ്ട്. അപ്പം ഇപ്പം അത് മൊബൈലിലൊക്കെ നോക്കിയിരുന്നിട്ടും എഡിറ്റിംഗ് ഒക്കെ ചെയ്യല്ലേ, അതുകൊണ്ടാണ് വീഡിയോസിൻ്റെ കുറേ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ ലിക്വിഡ് അപ്ലൈ ചെയ്യാം. വളരെ നല്ലതാണ് കേട്ടോ. 20 മിനിറ്റ്സ് വേണം കേട്ടോ. 20 മിനിറ്റ്സ് അപ്ലൈ ചെയ്ത് വെക്കണം. എന്നിട്ട് നല്ല തണുത്ത വെള്ളത്തോണ്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ വിരലുകൊണ്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അതിന് മുന്നേ ഞാനൊരു ടവൽ എടുത്തിട്ടുണ്ട്. എന്ത് DIY അപ്ലൈ ചെയ്യുകയാണെങ്കിലും എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു കോട്ടൺ ടവലുണ്ട്. അത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അത് ഞാൻ അത് ഇങ്ങനെ വെക്കും. കണ്ടത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇവിടെയൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ താഴെ വീഴാണെങ്കിലും ഇതിലേക്ക് എല്ലാവരും ഡ്രസ്സിലൊന്നും ആവില്ലല്ലോ. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാട്ടോ. ഞാൻ എൻ്റെ കൈ കൊണ്ടാണ് ചെയ്യണത്. ഇതാ കുറച്ചങ്ങനെ എടുക്കാം. എന്നിട്ട് പതുക്കെ വളരെ ജെൻറ്റിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്ന് വെച്ചാൽ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ഏരിയ ആണ്. ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള സ്പോട്ട്സ് ആണ്. നമ്മൾ ഭയങ്കര ജെൻറ്റിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. പതുക്കെ വേണം കേട്ടോ. ഭയങ്കര ഹാർഷായിട്ടൊന്നും ചെയ്യരുത്. ഒരു 3 ലെയർ തന്നെ അപ്ലൈ ചെയ്തു. നമുക്കപ്പോൾ നമ്മുടെ 3ാമത്തെ ലെയർ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ കണ്ണിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 3 ലെയർ തന്നെ. വളരെ നൈസായിട്ട് ഇങ്ങനെ ഭയങ്കര ഹാർഷായിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യരുത്, ഉരയ്ക്കരുത് ഓടിയിട്ടിട്ട് കേട്ടോ. കൈ വളരെ ജെൻറ്റിലായിട്ട് സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യണം. ഇങ്ങനെ ടാപ്പ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക കണ്ണിന് ചുറ്റും. ഇങ്ങനെ ടാപ്പ് ചെയ്യാനേ പാടുള്ളൂ, പതുക്കെ. വളരെ നല്ലതാണ് ഈ മസാജ്. ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടാൻ വളരെ നല്ലതാണ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 3 ലെയർ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. തിക്നെസ് ഒന്നും ഇല്ലല്ലോ, കട്ടി കുറഞ്ഞ ലിക്വിഡ് അല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം വാഷ് ചെയ്യാം. 20 മിനിറ്റ്സ് കഴിഞ്ഞു. ഞാൻ വാഷ് ചെയ്തു.
ഒന്ന് ചെറുതായിട്ടൊന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തുടച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എയർ ഡ്രൈ ചെയ്താലും മതി. ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഞാനിതുപോലെ ഒരു കുഞ്ഞു ബോട്ടിലിൽ നിറച്ചിട്ടുണ്ട്. പൊട്ടറ്റോ ജ്യൂസ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ ആക്കിയിരിക്കുകയാണ്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ഒരാഴ്ചയോളം നമുക്കിത് യൂസ് ചെയ്യാം. ഇനി അടുത്തതെന്ന് പറയുന്നത് ഗ്രീൻ ടീ ആണ്. ഇത് കണ്ടോ, ഇതാ ഗ്രീൻ ടീ ബാഗ് ഉണ്ടല്ലോ, ഈ ഗ്രീൻ ടീ ബാഗ് ഇത് ചായ ഉണ്ടാക്കിയതിന് ഗ്രീൻ ടീ ഉണ്ടാക്കിയതിന് ശേഷം നമുക്കിതിങ്ങനെ ഒരു ഗ്ലാസ്സിൽ വെച്ച് സൂക്ഷിക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുക. നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഇങ്ങനെ കണ്ണിന് മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഒരു 20 മിനിറ്റ്സ് നേരത്തേക്ക് കേട്ടോ. 2 കണ്ണിൽ മാറി മാറി വെച്ച് കൊടുക്കാം. ഇതും വളരെ നല്ലതാണ്. ഇങ്ങനെ ഒരു കണ്ണിൽ 20 മിനിറ്റ്സ്, ഒരു കണ്ണിൽ ഇങ്ങനെ ഓരോ കണ്ണിലും 20 മിനിറ്റ്സ് വെക്കേണ്ട ആവശ്യമില്ല. 2 ഗ്രീൻ ടീ ബാഗ് ഉണ്ടെങ്കിൽ 2 ഭാഗത്തും ഇങ്ങനെ വെക്കാം. എന്നിട്ട് 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം ഒരു നല്ല തണുത്ത വെള്ളം കൊണ്ട് കഴുകിക്കളയാം. അപ്പം ഈ ജ്യൂസ് അപ്ലൈ ചെയ്തിട്ടാണെങ്കിലും ഈ ലിക്വിഡ് അപ്ലൈ ചെയ്തിട്ടാണെങ്കിലും ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ഔട്ട് ചെയ്യാം. നല്ല തണുത്ത വെള്ളം കൊണ്ട് വാഷ് ചെയ്ത് കളയാം. ഇതിങ്ങനെ വെച്ചിട്ട് 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നല്ലപോലെ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഗ്രീൻ ടീ ഉള്ളവർ ഈ ഗ്രീൻ ടീ ബാഗ്സ് ഉപയോഗിക്കാം, അല്ലാത്തവർ ഈ ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യുക. അത് വളരെ നല്ലതാണ് കേട്ടോ. 3 ദിവസത്തിൽ തന്നെ നമുക്ക് നല്ലൊരു ഡിഫറൻസ് തരും. ഇത് ഇത്തിരി ദിവസം എടുക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, വളരെ നല്ലതാണ്. അപ്പോൾ എന്താ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ വരുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഭാവിയിൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് ഇടുന്നത്. സ്കിൻ കെയർ, ഹെയർ കെയർ, അങ്ങനെ കുറേ റിവ്യൂ, അങ്ങനെയുള്ള കുറേ വീഡിയോസ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവരും നല്ല ഹാപ്പി ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.